ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന 3 അപ്ഡേറ്റുകൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള 3 അപ്ഡേറ്റുകളാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അപ്ഡേറ്റുകൾ വരുന്നത് എല്ലാ ഫോണിലേക്കും ഒരുമിച്ചല്ല. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വന്നു എന്ന് കരുതി നിങ്ങളുടെ ഫോണിലേക്ക് വന്നോളുന്നത് യാതൊരു നിർബന്ധവുമില്ല. ബീറ്റ വേർഷനിലേക്ക് ആദ്യം വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ഓരോ ആളുകളുടെയും ഫോണിലേക്ക് വരികയുള്ളൂ. എൻ്റെ ഫോണിൽ വന്നിരിക്കുന്ന 3 അപ്ഡേറ്റുകൾ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഓരോ അപ്ഡേറ്റ്സുകളും നിങ്ങൾ നോക്കി നോക്കുക. ഇത്രയും യൂസ്ഫുൾ ആയിട്ട് അപ്ഡേറ്റുകൾ നമുക്ക് ഇതിന് മുൻപ് വേറെ വന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം പരിചയപ്പെടുത്തുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടൽ ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ഫ്രണ്ട്സിനും ഈ അപ്ഡേറ്റുകൾ വന്ന കാര്യം അറിയില്ല. അപ്പം അവർക്കും കൂടി ഒന്ന് മനസ്സിലായിക്കോട്ടെ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അതിനു മുൻപ് ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 അപ്ഡേറ്റുകൾ അത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നമുക്ക് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിനു മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലേ സ്റ്റോർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നുള്ള വീഡിയോ എന്റെ ചാനലിലുണ്ട്, നിങ്ങൾ അതൊന്ന് പോയി കാണുക. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ജസ്റ്റ് ആ സെർച്ച് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ സെർച്ച് ഓപ്ഷനിൽ വാട്സപ്പ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഇത് അറിയാത്ത ആളുകളുണ്ട്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നത്. വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വാട്സപ്പ് എന്ന് പറയുന്ന ആ ആപ്പ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഓപ്പൺ ആണ് കാണിക്കുന്നത്. ഓൾറെഡി ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്ഡേറ്റ് ചെയ്യാത്തവർക്കാണെങ്കിൽ അവിടെ അപ്ഡേറ്റ് എന്നാണ് കാണിക്കുക. ഇവിടെ നിങ്ങൾ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫോണിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ചാറ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. പ്രൊഫൈലിന്റെ ചാറ്റുകളൊക്കെ നമുക്ക് ഇവിടെ ഓരോ ഫ്രണ്ട്സിന്റെ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. നമുക്ക് പുതിയ ഓപ്ഷൻസ് നമുക്ക് താഴെ വന്നിട്ടുണ്ട്. അതായത് ചാറ്റ്സ് താഴെ കാണിക്കുന്നുണ്ട്, അപ്ഡേറ്റ്സ് കാണിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ട്, കോൾസ്, അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്റെ സിസ്റ്ററുടെ ഒരു പ്രൊഫൈൽ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ഞാൻ സിസ്റ്ററിന് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതേപോലെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ മറ്റെന്തെങ്കിലും ടൈപ്പ് ചെയ്യണം. ഹാവ് എ നൈസ് ഡേ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നമുക്കൊരു കോൾ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോകേണ്ട ഒരു ആവശ്യം വരികയാണ്. പക്ഷെ നമ്മളിവിടെ മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്തത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനിയും ബാക്കി നമ്മൾ അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ബാക്ക് ചെയ്ത് നമ്മൾ പോകും അല്ലെ. ബാക്ക് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹോം സ്ക്രീനിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു അപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ അത് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് വന്ന് കിടക്കുന്നത് കണ്ടില്ലേ. ഇവിടെ ഡ്രാഫ്റ്റിൽ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമ്മൾ മറ്റേതെങ്കിലും ഒരു ആപ്പിലേക്ക് പോവാണ്. ഇവിടെ ഞാൻ ഫേസ്ബുക്കിലേക്ക് ഒന്ന് കയറി നോക്കി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ അപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. നമ്മൾ അതിലേക്ക് കയറി നമ്മളത് പെട്ടെന്ന് വിട്ടുപോയി എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് അഗൈൻ നമ്മൾ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് ഡ്രാഫ്റ്റ് തന്നെ അവിടെ കിടക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആണിത്. അത് കൊണ്ടുള്ള ഒരു ഉപകാരം, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യത്തിൽ ഇനി നമുക്ക് അത് കണ്ടിന്യൂ ചെയ്തിട്ട് അവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ബാക്ക് സ്പേസ് കൊടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് എൻ്റർ ആ ഏരോ മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് നേരെ അവർക്ക് സെൻഡ് ആവും. എഡിറ്റ് എന്നല്ല അവിടെ കാണിക്കുക, കാരണം അത് ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചത് കൊണ്ടാണ്. അതുകൂടെ വളരെ യൂസ്ഫുൾ ആണ്. ഇതൊന്നും നിങ്ങൾ നോക്കുക. ഇതാണ് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ഇത് നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. രണ്ടാമത്തത്, നമ്മൾ അപ്ഡേറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇല്ല, നമ്മുടെ പല ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസുകൾ, റീസെന്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഒരു പുതിയൊരു സ്റ്റാറ്റസ് നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഏറ്റവും മുകളിൽ നമ്മൾ മൈ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നേരെ ഗാലറിയിലേക്കാണ് പോകുന്നത്. ഞാൻ ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാറ്റസിലേക്ക് അപ്ലോഡ് ആവുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നത്. പക്ഷെ ഞാനിവിടെ പറഞ്ഞിരുന്നത് ഇവിടെ നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാൻ സാധിക്കും. ആ ക്യാപ്ഷന്റെ തൊട്ടടുത്ത് റെഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. നമുക്ക് സ്റ്റാറ്റസുകൾ നമുക്ക് ആർക്കൊക്കെ എത്തിക്കണം എന്നുള്ളത് നമുക്ക് ആ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനത് ലൈവായിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം.
അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് മൈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. സ്റ്റാറ്റസിൽ 2 ഇൻക്ലൂഡഡ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് കാരണം ഞാൻ സെറ്റിംഗ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയോട്ടാണ്. ഇവിടെ കണ്ടില്ലേ, അത് നമുക്ക് പോകുന്നത് ഹൂ ക്യാൻ സീ മൈ സ്റ്റാറ്റസ് അപ്ഡേറ്റ്, ആരൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് കാണണം എന്നൊരു ഓപ്ഷനാണ്. മൈ കോൺടാക്ട്സ് കൊടുത്താൽ നമ്മുടെ സ്റ്റാറ്റസ് എല്ലാ വ്യക്തികൾക്കും, നമ്മുടെ കോൺടാക്റ്റിൽ എല്ലാ വ്യക്തികൾക്കും കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ മൈ കോൺടാക്ട്സ് അക്സെപ്റ്റ് ആണെങ്കിൽ നമുക്ക് ആരൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കാണിക്കണം സാധിക്കും. ഇവിടെ ഓൺലി ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും രണ്ടാൾക്ക് ആണെങ്കിലും മാത്രമാണ് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. കാരണം നിങ്ങൾ ചില സ്റ്റാറ്റസുകൾ ഇടുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് 1-2 വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു പാര പണിയാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ അവർ മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇടുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. ഇത് പലർക്കും അറിയാത്തതാണ്. ഇവിടെ നമുക്ക് ഓൺലി ഷെയർ വിത്ത് 2 ഇൻക്ലൂഡഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയിട്ട് മൈ കോൺടാക്ട്സിലേക്ക് കൊടുത്താൽ മുഴുവൻ ആളുകൾക്കും ആ ഒരു ഓപ്ഷൻ, ആ ഒരു സ്റ്റാറ്റസ് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കും. ഇനി മൂന്നാമതായിട്ട് അതിലും അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് വളരെ ഈസിയാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സ്റ്റാറ്റസുകൾ കാണുന്നുണ്ട് അല്ലെ, റീസെന്റ് അപ്ഡേറ്റ് ആയ നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസുകളൊക്കെ കാണുന്നുണ്ട്. പണ്ട് നമ്മൾ ഈ സ്റ്റാറ്റസുകൾക്ക് നമുക്ക് ഒരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റാറ്റസ് എടുത്തു. ഞാൻ എന്റെ സിസ്റ്ററുടെ സ്റ്റാറ്റസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് താഴെ അടുത്ത സ്റ്റാറ്റസ് കാണുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, ഇവിടെ താഴെ ഒരു ലവ് മാർക്ക് കാണിക്കുന്നുണ്ട് അല്ലെ, ലവ് സൈൻ കാണിക്കുന്നത്. അതിന് മേലെ ജസ്റ്റ് ലവ് കൊടുത്താൽ നമുക്ക് അത് ഇഷ്ടമായി എന്നുള്ളത് അവരെ അറിയിക്കാൻ പറ്റും. മാത്രമല്ല അവർക്ക് ആ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ലവ് ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കാണാം, അങ്ങനെ പറന്നുകൊണ്ട് നിൽക്കുന്നത് കാണാം. അപ്പൊ അവർക്ക് അത് കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷമാവും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്.